ഗൈസ് അപ്പൊ നമുക്ക് ആരെ കോൾ ചെയ്ത് കണ്ടായിരുന്നു സിറ്റിയിൽ മോൺസ്റ്റർ മാൻ ഇറങ്ങിയിരിക്കുന്നു പറഞ്ഞു. അപ്പൊ അത് എന്താണ് ഫേക്ക് ആണോന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മള് ബോസിനോടൊന്നും വിളിച്ച് ചോദിച്ചിട്ടില്ല. നമുക്ക് നേരെ പോയി നോക്കാം. ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പൊ നമുക്ക് പോയി നോക്കാം ഗൈസ്. അപ്പൊ നമ്മളെ KGF ബൈക്ക് ആയിട്ട് നമ്മള് അപ്പൊ നമുക്ക് നേരെ പോയി നോക്കാം. മോൺസ്റ്റർ മാൻ ഉണ്ടാ നീ അത് വെറുതെ പറയാണ്. നമുക്ക് നേരെ പോയി നോക്കാം. ഹലോ ഗൈസ്, നമ്മൾ ഇവിടെ എത്തി. അപ്പൊ ഇത് സത്യമാണ്, 3 മോൺസ്റ്റർമാർ സിറ്റിനെ നശിപ്പിച്ചുകൊണ്ട് നമ്മളെ കണ്ടപ്പോ നമ്മളെ ബാക്കിൽ ഇതാ വരുന്നത്. നമ്മൾ വീടില്ല 3 ഒപ്പം വരുന്നുണ്ട്. അപ്പൊ ഇതെന്താ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാല് നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനാ പറഞ്ഞത്. അപ്പൊ നമുക്ക് നേരെ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എങ്ങനെ വരത്തില്ല, ഇങ്ങനെ തന്നെ ബെല്ല പോകേണ്ടിരുന്നത്. നമ്മൾ കുറച്ച് ബാക്കിലേക്കാണ് മോൺസ്റ്റർമാനെ. അപ്പൊ നമുക്ക് ബെല്ല കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. അല്ലാതെ ഒന്നും പറയാൻ പറ്റൂല. ഇവിടുന്ന് അതിന് മുന്നേ നമ്മളെ ആക്രമിക്കൊന്നൊന്നും പറയാൻ പറ്റൂല. നമുക്ക് ഇങ്ങനെ വളച്ചും ചുറ്റി നമ്മളെ വയ്യൊന്നും മനസ്സിലാവണില്ല. ഇവിടെ വന്നിട്ട് ഇപ്പൊ മനസ്സിലായി നമുക്ക് ഇതിൽ കൂടെ നേരെ ഇങ്ങനെ പോയി നോക്കാം. അപ്പൊ മോൺസ്റ്റർമാനെ നമ്മൾ ചെയ്യാൻ പേരാണ്, നമ്മളെ ആക്രമിക്കാൻ പേരാണ്. അപ്പൊ നമ്മളിങ്ങനെ എസ്കേപ്പ് ആയി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം. അപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ സ്ഥാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, മെസ്സിന്റെ സ്ഥാനം ലൈക്ക് ചെയ്യുക. ഈ 3 രാജാക്കന്മാരെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള താഴെ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മളിങ്ങനെ ബാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ട് ഇപ്പൊ ബാക്കിലേ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇവിടെ നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല. അപ്പൊ നമുക്ക് നേരെ കത്തിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഇനി എന്താ ചെയ്യേണ്ടി ഒന്നും നമുക്കറിയില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിലാക്കി കൊടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. നീ എന്താ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ അടങ്ങിക്കോ, പോലീസ് സ്റ്റേഷനിൽ അടങ്ങിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പോയി ഇനി എന്താ അടങ്ങി നിൽക്കുമെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ നമ്മളോട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനും പറഞ്ഞു. അപ്പൊ ഏകദേശം പോലീസ് സ്റ്റേഷനൊക്കെ എത്താനായിക്കണം. നമുക്ക് നീ നേരെ വിടാം. നമ്മൾ ഇതിനെ കളിപ്പിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഒന്ന് വെല്ല പോയാലും നമ്മൾ ആക്രമിക്കും. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ എത്താൻ നേരത്തെ കാണാം. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവാം. ഹലോ ഗൈസ്, തന്നെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഉള്ളിലാക്കിയിരിക്കുന്നത്. അപ്പം നമ്മളോട് എന്താ പറയുന്നത് വെച്ചാല് നമ്മൾ പുറത്തേക്ക് ചാടുണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ മുകളിൽ ഇങ്ങനെ നിൽക്കാണ്. പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലപ്പം നിൽക്കണം. പോലീസുകാരൊന്നും ആക്രമിക്കണില്ല. അപ്പൊ ഇനി എന്താണെന്ന് അറിയാം, നമുക്ക് ഒന്നിനെ മാത്രമേ വെടിച്ചു കൊല്ലാൻ പറ്റുള്ളൂ. അപ്പൊ പോലീസുകാർ അങ്ങനെ നമ്മളോട് പറഞ്ഞത്. അപ്പം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒന്നിനെ വെടിക്കാനാ പറ്റുള്ളൂ, വേറെ 2 ഒന്നും ചെയ്യരുത് പറഞ്ഞാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം, അതിന്റെ ഉള്ളിലുള്ളതിനെ കാണിച്ചു തരാം. നീ പുറത്തേക്ക് ഇറങ്ങുമെന്ന് നമുക്കറിയില്ല, ഉള്ളിലുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ കണ്ടുപിടിയും. പക്ഷേ ഈ ജെറ്റ് പാക്ക് ഇങ്ങനെ വളച്ചെടുക്കാൻ നല്ല പണിയാണ്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ എത്തും അറിയാം. പക്ഷെ അതിന്റെ ഉള്ളിലുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് പുറത്തേക്ക് അവിടെ വെക്കാൻ ആടാ പുറത്തേക്ക് ചാടിയതാ വരുന്നത്. ഇപ്പൊ 1 ചാടി 3 ഒപ്പം ചാടിയത്. ഇനി എന്തായാലും നമുക്ക് ഒന്നിനെ വെടിച്ച് കൊല്ലാൻ പറ്റുള്ളൂ. ഒന്നവിടെ കുടുങ്ങി തോന്നുന്നുണ്ട്. ഒന്നവിടെ കുടുങ്ങിയിട്ട് അപ്പൊ 3 പുറത്തേക്ക് അടിക്കണേ. നമുക്ക് ഒന്നിനെ കൊല്ലാൻ പറ്റുള്ളൂ. ഒന്ന് എന്ത് ചെയ്തോളൊക്കെ നമ്മൾക്ക് ഒന്ന് കൊല്ലാനോ റൂൾസ് തന്നേക്കാം. അപ്പൊ നേരെ ജെറ്റ് പാക്ക് ഇവിടെ ഇറക്കിക്കാണ്ട് ഒന്നിനെ കൊല്ലാൻ നിൽക്കാം. അപ്പൊ നേരെ നമുക്ക് ജെറ്റ് പാക്ക് അവിടെ പോയി ഇറക്കാം. ഇപ്പൊ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഇറക്കിയ പോലെ നമ്മൾ ആക്രമിക്കും. നല്ല ദേഷ്യമുണ്ട് നമ്മളെ പോലീസ് സ്റ്റേഷനിക്ക് പിടിച്ചു കൊടുത്താൽ നല്ല ദേഷ്യമുണ്ട്. അപ്പൊ എന്തായാലും വിടാതെ നിൽക്കൂല. അപ്പൊ നമുക്ക് നേരെ അവിടെ ഇറക്കാം. ഇവിടെ ഇറക്കണ്ട, കുറച്ച് ബിട്ടായിട്ട് ഇറക്കാണ്ട് എന്നിട്ട് വരുമ്പോ നമുക്ക് വെടിക്കാം. അപ്പൊ ഞങ്ങൾക്ക് നേരെ ജെറ്റ് പാക്ക് ഇറക്കാം. ഹലോ ഗൈസ്, അങ്ങനെ ജെറ്റ് പാക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ അതാ അവിടെ ഉണ്ട്, നമുക്ക് നേരെ വെടിക്കാം. എന്നുവെച്ചാൽ വെടിയൊക്കെ ഉണ്ട്. അത് മാഞ്ഞിതാ വരുന്നത്. ചത്തുകാരിച്ചിന്റെ അടുത്തേക്ക് എത്തുന്നു. അപ്പൊ അങ്ങനെ ചത്തുകയും. പക്ഷെ അപ്പൊ നമ്മൾ പറഞ്ഞ ഡ്യൂട്ടി നമ്മളെ അനുസരിച്ചിരിക്കണം. അപ്പൊ നമുക്ക് പറഞ്ഞ മാതിരി തന്നെ ചെയ്തു. ഒന്നിനെ മാത്രമേ കൊന്നിട്ടുള്ളൂ. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അർത്ഥം നല്ലൊരു വീഡിയോ കാണുമായിരിക്കും. ഈ വീഡിയോ കണ്ടോളി.